ഇന്ത്യ അമേരിക്ക തമ്മിൽ ഒരു താരിഫ് വാർ നടക്കുന്നുണ്ടല്ലോ. ട്രംപും മോദിയും കൂടെ അടിച്ച് പിരിഞ്ഞു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പം എന്താ സംഭവം, എന്താണ് ഈ താരിഫ് വാർ? ഇപ്പം ഇത് അടി ഏതുവരെ എത്തി നിൽക്കുന്നു, അടിച്ച് പിരിഞ്ഞു രണ്ടുപേരും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പുള്ളിയുടെ ഒരു അടവാണ്, ഒരു നെഗോഷിയേഷൻ ടാക്റ്റിക്കാണ്. ഇത് ചൈനൻ്റെ അടുത്ത് നോക്കി, എല്ലാവരുടെ അടുത്ത് തന്നെ ചൈനയ്ക്കെതിരെയൊക്കെ 100-120% ഒക്കെയാണ് താരിഫ് ഇട്ടത്. അവസാനം ഇപ്പം എന്തായി, അതിനെ പോസ് ചെയ്തു. അതൊന്നും പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ പുള്ളിക്കും അതറിയാം. പുള്ളീൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എവിടെയും ഇല്ലാത്തൊരു കണക്കിടും. അതായത് 25%, 50%, 100% എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് ഇടും. അത് ഇനി എന്തെങ്കിലും ഒരു സാധനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് വരണമെങ്കിൽ ഇത്ര ശതമാനം ഞങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു പേടിപ്പിക്കൽ. അതെന്തിനാണ്? ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ. എന്നാലല്ലേ അവരിങ്ങോട്ട് വരുള്ളൂ. ആ രാജ്യക്കാർ ഇങ്ങോട്ട് വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു അപ്പർ ഹാൻഡ് അമേരിക്കയ്ക്ക് ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി ബിസിനസ്സുകാരനാണെന്നൊക്കെയാണല്ലോ അമേരിക്കക്കാരൊക്കെ തള്ളുന്നത്. പുള്ളി 6 ബിസിനസ്സിനെ ബാങ്ക്രപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആരും പറയില്ല, ബിസിനസ്സുകാരനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യവും അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ നെഞ്ചത്തോട്ടാണ് ട്രംപ് വന്നു. എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു, 25% ഇനി തൊട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് താരിഫ് വരും, നിങ്ങൾ ഞങ്ങളുടെ ടേംസ് ഒന്നും അംഗീകരിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇത് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിന് കാരണം പുള്ളി പറയുന്നത് റഷ്യൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു. സംഭവം തന്നെയാണ്. ഓയിൽ മേടിച്ച് ഓപ്പൺ മാർക്കറ്റിൽ വിറ്റ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊന്നുമില്ല പ്രോഫിറ്റ്, ഓയിൽ കമ്പനിക്കാർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്, ഇന്ത്യൻ ഓയിൽ കമ്പനിക്കാർക്ക് അതുണ്ട്. അപ്പോൾ അതാണ് പുള്ളി കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതെന്താ ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ UK-യും ഇന്ത്യയും തമ്മിലൊരു ഫ്രീ ട്രേഡ് ഡീല് നടത്തിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ UK ഇങ്ങോട്ട് വരുന്ന ആൽക്കഹോൾ, കാറ്, അങ്ങനത്തെ പല പ്രൊഡക്ട്സിന് ഇങ്ങോട്ട് വില കുറയുന്നൊക്കെ പണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ട്രംപിന് ആക്ച്വലി വേണ്ടത്. ഇപ്പോൾ മോദിയും നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ നെഗോഷിയേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് 4-ാം തീയതി. എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് എവിടെ നിന്ന് ചീപ്പായിട്ട് ഓയിൽ കിട്ടോ അത് ഇന്ത്യ എടുക്കും. അതിനാദ്യം ആരുടെയും സമ്മതമൊന്നും വേണ്ട. അതുപോലെ സാങ്ഷൻസ് ഉണ്ട്, റഷ്യക്കെതിരെ സാങ്ഷൻസ് ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും യൂറോപ്പിലേക്ക് ഇത്ര 67 ബില്യണോ എന്തോ ട്രേഡ് അവർ ഓൾറെഡി നടത്തുന്നുണ്ട് ബാക്കിലൂടെ, ആരും അറിയാതെ, സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ യുറേനിയം, പെലേഡിയം ഒക്കെ EV ഇൻഡസ്ട്രിക്കും മറ്റേ ന്യൂക്ലിയർ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് അമേരിക്ക റഷ്യൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നും സാങ്ഷനിൽ കൂട്ടില്ല, അത് വേറെ. ഓയിൽ എടുക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഓയിൽ സാങ്ഷൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി ബിസിനസ്സൊക്കെ അവരും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറ്റം മുഴുവൻ നമ്മൾ ഇന്ത്യക്കാരുടെ മണ്ടയിൽ ഇടണ്ട എന്നാണ് ഇപ്പോൾ ഇന്ത്യ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത്.